ഇതിനെത്തും എത്ര കാലം കുഴിച്ചിടുക വേണം. സന്തതം മുനികളും താപസപത്നിമാരും എന്തിനു വെടിഞ്ഞിതു രാഘവൻ ആരത്? കുറച്ച് വിരുന്നുകാരുണ്ട്. ആരാ? വാടോ, ഇരിക്കുക. നാലഞ്ച് ഗ്ലാസ് ഒത്തിരി തണുത്ത വെള്ളം അങ്ങോട്ട് എടുത്തോളാം. മംഗളത്തിൽ വെച്ച വെള്ളമാണെങ്കിൽ നന്നായി. നിങ്ങൾ എന്തിനുള്ള ഭാവ അങ്ങോട്ട് ഇറങ്ങ. ആണുങ്ങൾ ആരും ഇല്ലാത്ത വീടായത്. ഇവിടെ കേറി ഇരുന്ന് തോന്നിയാസം കാട്ടാൻ പറ്റില്ല. അവനവൻ അധികാരമുള്ള സ്ഥലത്തല്ലേ കുട്ടിയെ തോന്നിയാസം കാട്ടാൻ പറ്റൂ. ഇവിടെ എന്ത് അധികാരം നിങ്ങക്ക്? മണപ്പള്ളി പവിത്ര മുതലാളിയെ എനിക്ക് വിറ്റു ഈ വീടും പറയണു. അപ്പൊ പിന്നെ ഇതിന്റെ ഉമ്മറത്തിരുന്ന് എനിക്കും ചങ്ങാതിമാർക്കൂടെ രണ്ടെണ്ണം വീശണം തോന്നിയാ എന്താ തെറ്റ്? നിങ്ങൾ പോയി ഗ്ലാസും വെള്ളം എടുക്കണേ. ഇല്ല, നിങ്ങൾ മര്യാദക്ക് പോണുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒച്ച എടുത്ത് ആളെ കൂട്ടും. നീ ഒച്ചെടുക്കടി. ചോദിക്കാൻ വരണോട് ഞാൻ പറയും. നീ പൈസ വാങ്ങിയിട്ട് എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നെന്ന് പറയും. വിളിക്കടി നാട്ടുകാരെ. ഈശ്വരനെ വിചാരിച്ച് ഒന്ന് പോവോ? ഞാനൊരു പാവ. കാല് ഞാൻ പിടിക്കാം. ഭാസ്കര, എന്താ മുതലാളി? എന്താടാ ഒരു പെണ്ണ് തനിയെ താമസിക്കുന്നിടത്ത് വന്നാണോ നിന്റെ പോക്കിരിത്തരം? ഓടാ മുതലാളി, ഞാൻ വീടും പറമ്പൊക്കെ ഒന്ന് കാണാമെന്നോ. ഈ പാതിരാത്രിയിലോ? നിനക്ക് ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? നീ പോകുന്നുണ്ടോ അതോ ഞാൻ? വാടാ. മോളെ, ഇന്നിപ്പോ ഞാൻ സമയത്ത് വന്ന് പെട്ടതുകൊണ്ട് അതങ്ങ് ഒഴിവായി. നാളെ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഒരു പാതിരാത്രിക്ക് ഇത് ആവർത്തിച്ചു കൂടുന്നില്ല. അപ്പൊ നിനക്ക് ആരുണ്ടാവും ഒരു രക്ഷയ്ക്ക്? എനിക്കറിയില്ല. എനിക്കറിയാം, നിനക്കും അറിയാം. ഞാൻ അറിഞ്ഞതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് കുട്ടിയെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ കുട്ടിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ളവർ ജീവിച്ചിരിക്കെ ഈ ഒരു ഗതികെട്ട ജീവിതം നീ അനുഭവിക്കണോ? നീ ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്ക്. വേണ്ട, നീ ഒന്ന് പോ. ചെന്ന് കാര്യങ്ങളെല്ലാം പറയേ. 4 പേരെ അറിയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാച്ച വേണ്ട. നിന്റെ കിടപ്പാടം വീണ്ടെടുത്ത് തരാൻ പറ. അന്യനോടല്ല, സ്വന്തം അച്ഛനോടൊരു മകളുടെ അവകാശം പോയി ബോധിപ്പിക്കാനാ ഞാൻ പറയുന്നത്. ലക്ഷങ്ങളല്ല, കോടികളുടെ ആസ്തിയുള്ള കുടുംബത്തില് എത്ര തട്ടിക്കിഴിച്ചാലും നിനക്ക് കിട്ടാനുള്ളത് ഇത്തിരി സ്നേഹമായാലും ഇത്തിരി പണമായാലും അത് പോയി സ്വീകരിക്കുക. അതിലൊരു തെറ്റുമില്ല. എന്താ കുട്ടി, ഇവിടെ വരൂ. എന്താ, ആരെ കാണാനാ? ഞാൻ മുണ്ടൂരുന്ന. എന്താ വേണ്ടത്? ഞാൻ മുണ്ടൂര്. ആരാ? ഒന്നും പറയണില്ല. ശാരദ ഒന്ന് ചോദിക്ക. എന്താ മോളെ, എവിടുന്നാ വരണേ? അയ്യോ, എന്താ കുട്ടി? എന്റെ തല കറങ്ങുന്ന പോലെ. കുട്ടി അവിടെ ഇരുന്നോളൂ,
ശാരദ കുറച്ച് വെള്ളം എടുക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. ക്ഷീണം തോന്നെങ്കിൽ ഇരുന്നോളൂ. ആ കുട്ടി എവിടുന്നാണെന്നാ പറഞ്ഞ? ഞാൻ മുണ്ടൂരെ പാർവതി ഷാരസ്യാരുടെ മോളാ. ഞാൻ അച്ഛനെ എഴുന്നേക്ക. പൊയ്ക്കോളാൻ പോകാനാ പറഞ്ഞേ. എവിടെ പോയോ? ആ പോയി. അതെന്താപ്പ അത്? വെള്ളം കൊണ്ടുവരുമ്പോഴേക്കും പോയോ? എനിക്ക് തോന്നണത് വഴിതെറ്റി വന്നതാവുന്നാ. ആവും. ആ വെള്ളം തരിക. എന്താ ഒരു ക്ഷീണം പോലെ? ആട്ടിത്തെളിച്ച് ഓടിക്കേ. നല്ല കഥ. ജന്മം കൊടുത്ത അച്ഛൻ മകളെ ആട്ടി പുറത്താക്കുക. കഥകളൊക്കെ അറിഞ്ഞ് നമ്മൾ നാട്ടുകാരിങ്ങനെ മിഴിച്ചു നിൽക്കുക. എന്താ പവിത്ര ഇതിന്റെ അർത്ഥം? ആളും കൂട്ടമായിട്ട് എന്ന് മേന്നെ നാണം കെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. പാവം കുട്ടി സ്വകാര്യമായിട്ട് എന്ന് കാര്യം പറയല്ലേണ്ടായേ. കേട്ട പാതി കേൾക്കാത്ത പാതി കടക്കു പുറത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ ആളും കൂട്ടായിട്ട് തന്നെ പോണം, അതല്ലേ വേണ്ടത്? വേണം അല്ലേ വാസുദേവ? എന്താ സംശയം? വരച്ച വരയിൽ നിർത്താം. ജസ്റ്റിസ് അല്ല, ബ്രഹ്മാവായാലും നിൽക്കും. അങ്ങനെ വഴക്കും ബഹളവും ഉണ്ടാക്കി എനിക്കൊന്നും പിടിച്ചു പറിച്ചു തരണ്ട ആരും. ഒന്നും പിടിച്ചു പറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലോ കുട്ടി അവിടെ ചെന്നത്. എന്തായിരുന്നു കിട്ടിയ സ്വീകരണം? അപ്പൊ കുട്ടി തനിച്ചല്ല, പിന്നിൽ ഈ നാട്ടിലെ പ്രമാണികളായ ചിലരും ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവണം. മോളെ, നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനാ ഞാൻ. ജന്മം കൊണ്ട് മാത്രമല്ല ഒരു പുരുഷൻ അച്ഛനാവേണ്ടത്, കർമ്മം കൊണ്ടും വേണം. ലോകത്തൊരു ശക്തിക്കും നിഷേധിക്കാനാവാത്തതാ നിന്റെ ആവശ്യം. അത് നിന്റെ ജന്മാവകാശ. നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ നാട് മുഴുവനുണ്ട്. ആട്ടിപ്പുറത്താക്കിയ അതേ വീട്ടിലേക്ക് നിന്നെ മകളായി മാറഞ്ചേരി കരുണാകരമേനോൻ സ്വീകരിക്കും. നീ കണ്ടോ? വാസുദേവ, നിന്റെ ആളുകളോട് പണി തുടങ്ങാൻ പറ.